നമസ്കാരം. ഈ വിഴുപ്പി കരിപ്പാത്രം, പുകയെടുപ്പി മെഴുക്കാർന്ന പായ, ഈ മുലക്കുപ്പി നിൻ വീതമായി ജംഗമം, സ്ഥാവരമീ എട്ടുകാലികൾ താരകളായൊരു പിന്തളം. സ്ത്രീയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെ വിവരിക്കുന്ന കവി സച്ചിദാനന്ദന്റെ വരികളാണിവ. കേരളീയ സ്ത്രീ സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥയാണ് കവി ഈ വരികളിലൂടെ തുറന്നു കാട്ടുന്നത്. അടുക്കളയിലെ പുകയെടുപ്പിന്റെ ചുവട്ടിൽ മറ്റൊരു കരിപ്പാത്രമായി മാറിയ സ്ത്രീകളെ ആത്മവിശ്വാസത്തിന്റെ സോപ്പും ചാരവും കൊണ്ട് തേച്ചുമിനുക്കി അഴകും തിളക്കവും പകരുകയായിരുന്നു കുടുംബശ്രീ. എട്ടുകാലികൾ വലകിട്ടിയ പിന്തളത്തിൽ നിന്നും അനന്തകോടി നക്ഷത്രങ്ങളുടെ ആകാശത്തിലേക്കുള്ള അവളുടെ യാത്രയ്ക്ക് 16ന്റെ തിളക്കം. ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി ഒരുക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ അവസാനഘട്ട മത്സരവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഇന്നത്തെ മത്സരവേദിയിൽ എന്നോടൊപ്പമുള്ളത് ചാത്തമംഗലം CDS ആണ്. ആദ്യ റൗണ്ടിലെ മികച്ച പ്രകടനത്തിലൂടെ 77 മാർക്കാണ് ഇവർ സ്വന്തമാക്കിയത്. കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം CDSന് സ്വാഗതം. ദൂരദർശന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി. ചാത്തമംഗലത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വനിതാ കൂട്ടായ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് യമുന കെ. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ചൂലൂരിൻ്റെയും പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി നേഴ്സ്. എൻ്റെ പേര് ഡോക്ടർ ദീപ ജേക്കബ്, ചാത്തമംഗലം മൃഗാശുപത്രി വെറ്റിനറി സർജനാണ്. എൻ്റെ പേര് റീജ കെ, CDS ചെയർപേഴ്സൺ. എൻ്റെ പേര് സാദിറ വി, മുൻ CDS ചെയർപേഴ്സണും ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സണും. കെ രാജഗോപാലൻ, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമുക്കിന്നത്തെ വിധികർത്താക്കൾ ആരൊക്കെയാണെന്നറിയാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS, കാസർഗോഡ് CPCRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ C തമ്പാൻ. ഇവർക്കൊപ്പം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും CDS ചെയർപേഴ്സൺമാരും അടങ്ങുന്ന നിരീക്ഷക പാനലും നമുക്കൊപ്പമുണ്ട്. നമുക്കിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. തികച്ചും വ്യത്യസ്തങ്ങളായ 3 പദ്ധതികളുമായാണ് ചാത്തമംഗലം CDS ആദ്യ റൗണ്ടിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത്. നാടകം, ഇന്റേണൽ ജോബ് റിക്രൂട്ട്മെന്റ്, ഹരിതശ്രീ. ഈ 3 പദ്ധതികളുടെയും ദൃശ്യങ്ങൾ കോർത്തിണക്കിയ ഒരു ഹ്രസ്വചിത്രം നമുക്ക് ആസ്വദിക്കാം. കേരളത്തിലെ മറ്റു പല പ്രദേശങ്ങളിലും എന്ന പോലെ ചാത്തമംഗലത്തും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഗുരുതരമാം വിധം വർദ്ധിച്ചപ്പോൾ അതിനെതിരെ നടന്ന ശക്തമായ ഇടപെടലായിരുന്നു സ്ത്രീകൾ അവതരിപ്പിച്ച സുല്ലുചൊല്ലാതെ ലഹരിയോട് എന്ന നാടകം. ഒരു നാടകമെന്നതിലപ്പുറം ഇതിന്റെ സംഘാടനവും ഗ്രാമഗ്രാമാന്തരങ്ങളിലെ അവതരണവും ലഹരിക്കെതിരെ സ്ത്രീകൾ സംഘടിക്കുന്നു എന്ന ബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഇതിന്റെ പ്രധാന വിജയം. മദ്യ ഉപയോഗവും നിർമ്മാണവും ചാത്തമംഗലത്തിന്റെ ശാപമായിരുന്നു. അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള നിരന്തര ഇടപെടൽ ഇതിനൊരു അറുതി വരുത്തുന്നുണ്ടെങ്കിലും കുടുംബത്തിലെ വനിതകൾ കൂടി രംഗത്തിറങ്ങിയാലേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനാവൂ എന്ന തിരിച്ചറിവാണ് കുടുംബശ്രീയെ ഇത്തരമൊരു പരിപാടിക്ക് പ്രേരിപ്പിച്ചത്. പഞ്ചായത്തിലെ വിദ്യാസമ്പന്നരും തൊഴിൽ രഹിതരുമായ മുഴുവൻ പേർക്കും തൊഴിൽ നേടിക്കൊടുക്കുന്നതിനായി കുടുംബശ്രീ ആവിഷ്കരിച്ച പരിപാടിയാണ് ഇന്റേണൽ ജോബ് റിക്രൂട്ട്മെന്റ് അഥവാ IJR. അയൽക്കൂട്ട സമാഗമം 2014 എന്ന പരിപാടിയിലാണ് ഇത്തരമൊരാശയം രൂപം കൊണ്ടത്. NIT, KMCT, MES, CDIT, ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങൾ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത്തരം സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വിദ്യാസമ്പന്നരും അല്ലാത്തവരുമായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ സാധ്യത ഒരുക്കുന്നതിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് ചാത്തമംഗലം കുടുംബശ്രീ. സ്വന്തമായൊരു ബാങ്ക് എന്ന ലക്ഷ്യത്തോടുകൂടി ചാത്തമംഗലം CDS ആരംഭിച്ച പദ്ധതിയാണ് ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീം. CDSലെ 5 അംഗങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് എടുക്കുകയാണ് ആദ്യപടി.
തുടർന്ന് ഓരോ അയൽക്കൂട്ടത്തിലെയും 5 പേർ ചേർന്ന് CDSൽ രജിസ്റ്റർ ചെയ്യുന്നു. സ്ത്രീകളിൽ സമ്പാദ്യശീലം ഉണ്ടാക്കുന്നതിനൊപ്പം ഇതിലെ തുക ഉപയോഗിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളും CDS നടപ്പിലാക്കുന്നു. കേരളം സമ്പൂർണ്ണ ജൈവ കൃഷിയിലേക്ക് നടന്നെടുക്കുമ്പോൾ അതിന്റെ കരുത്തേകുകയാണ് ചാത്തമംഗലം കുടുംബശ്രീ വനിതകൾ ഹരിതശ്രീ പദ്ധതിയിലൂടെ. സംഘകൃഷി ഗ്രൂപ്പുകളിൽ പൂർണ്ണമായും ജൈവകൃഷി പിന്തുടരുന്ന സംഘങ്ങളെയാണ് ഹരിതശ്രീയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹരിതശ്രീ പദ്ധതി 3 ഘട്ടമായിട്ടാണ് ഇവിടെ നടപ്പിലാക്കിയത്. 1-ാം ഘട്ടത്തിൽ 2010-11 വർഷം 50 ഹരിതശ്രീ ഗ്രൂപ്പുകൾ ജൈവകൃഷിയിലേർപ്പെട്ടു. 2013-14 വർഷം നടന്ന 2-ാം ഘട്ട ഹരിതശ്രീയിൽ 15 ഗ്രൂപ്പുകൾ 7.5 ഏക്കറിൽ നേന്ത്രവാഴ കൃഷി നടത്തി. CDS പുതുതായി ആരംഭിക്കുന്ന സ്ഥിര കർഷക വിപണന കേന്ദ്രത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ലഭ്യമാക്കുക എന്നതും 3-ാം ഘട്ട ഹരിതശ്രീ ലക്ഷ്യം വെക്കുന്നു. ഇവിടെ ഫീൽഡ് വിസിറ്റിന് മിനി മാഡവും പിന്നെ ഡോക്ടർ തമ്പാനും വന്നിരുന്നു. അവരോടൊപ്പം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവര് വന്നിട്ട് കുറെ കാര്യങ്ങൾ നേരിൽ കാണാൻ സാധിച്ചു. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ, അപ്പം നേരിൽ കാണാൻ സാധിച്ചു. അതെല്ലാം നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്കും ഒന്നുകൂടി കാണണം. അപ്പം അതിൻ്റെ ചുരുക്കത്തിൽ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. അത് കണ്ടിട്ട് നമുക്ക് വിശദമായിട്ടുള്ള ചർച്ചയിലോട്ട് വരാം. മെമ്പർ സെക്രട്ടറി എന്നുള്ള നിലയിൽ മാഡത്തിന്റെ CDSുമായിട്ടുള്ള ബന്ധം എങ്ങനെ? ഞാനിപ്പം ഫെബ്രുവരിയിൽ കയറിയിട്ടേ ഉള്ളൂ. അത് ശരി. പക്ഷെ എനിക്ക് ഇപ്പം എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവർ നന്നായിട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് സെക്രട്ടറി ചാർജ് ഉള്ളതുകൊണ്ടും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ഇവർ നല്ലോണം നോക്കുന്നതുകൊണ്ട്. സുഫൈൽ ഇവിടെ ഫാർമർ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ കോർഡിനേറ്ററാണ് അല്ലേ? പ്രധാനമായിട്ടും എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് താങ്കൾ ഇവരുടെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ശരിക്കും അവർ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ അപേക്ഷ തരുമ്പോൾ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തുന്നു. പിന്നെ ബാങ്ക് ലിങ്കേജ്, പിന്നെ ഹരിതശ്രീ എന്ന് പറഞ്ഞ ജൈവകൃഷി നടത്തുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഹരിതശ്രീ. ഹരിതശ്രീ അപ്പോൾ അതിൻ്റെ വേണ്ടി കർഷകർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും കൊടുക്കുന്നു. ക്ലാസ്സുകൾ, ട്രെയിനിങ്ങുകളൊക്കെ നടത്താറുണ്ട്. പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കുറേ യന്ത്രോപകരണങ്ങളും മറ്റും CDSന്റെ കയ്യിലുണ്ട്. കൃഷിക്കാർക്ക് നമ്മൾ വനിതാ കർഷകർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ മെയിൻ്റെനൻസും റിപ്പയറൊക്കെ നോക്കുന്നുണ്ടോ? അതെവിടെയാണ് അതൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്? ഇത് ഇവിടെ FFC തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ റിപ്പയർ മെയിൻ്റെനൻസിന് സുഫൈൽ തന്നെ കൊടുക്കും, അത് വേറെ ആരുടെയെങ്കിലും സഹായം വാങ്ങിക്കുമോ? അല്ല, റിപ്പയറിങ്ങിന് പുറമെ ആളെ വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ മിനിറ്റ്സ് വളരെ ഡീറ്റെയിൽഡ് മിനിറ്റ്സ് ആണ് അല്ലേ മേഡം? അതെ അതെ, വളരെ ഡീറ്റെയിൽഡ് ആണ്. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾ റിയാലിറ്റി ഷോയ്ക്ക് വരുന്നതിന് മുൻപ് നല്ലൊരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്, നന്നായി തയ്യാറെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഈ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് നന്നായി മിനിറ്റ്സ് ബുക്ക് വളരെ നന്നായി ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട് ഇത് ഈ രീതിയിലേക്ക് വന്നപ്പോൾ മാറ്റമുണ്ടോ? ഈ രീതിയിലേക്ക് എന്ന് പറഞ്ഞാൽ സ്ഥിരം ഒരു സംവിധാനമായതുകൊണ്ട് ആളുകൾക്ക് തന്നെ സാധനം എത്തിച്ചു തരാനും അവർക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ഒരു ആവേശമുണ്ട്. നേരത്തെ ഞങ്ങൾ പഞ്ചായത്തിന്റെ CDS ഓഫീസിന്റെ മുന്നിലാണ് വിപണനം നടത്തിയിട്ടുള്ളത്. അവിടെ വെച്ചിട്ട് സ്ഥിര വിപണന നടത്തിയിട്ടുണ്ട്. കുറച്ചേ ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പൊ കുറച്ചെന്ന് പറഞ്ഞാൽ കൂടുതൽ അധ്വാനം വരുന്നുണ്ടായിരുന്നു. ഇപ്പം മേശയും കസേരയൊക്കെ അന്നന്ന് ഇടുന്ന ഒരിത്. അപ്പൊ ഒരു സ്ഥിര കേന്ദ്രമാകുമ്പോ എല്ലാ മേഖലയിലുള്ളതിനെക്കാട്ടിൽ ഒരു ആവേശമാണ്. ഇങ്ങനെ ഒരു പൊതു സംവിധാനം നമ്മൾ വിപണനത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയത് പഞ്ചായത്ത് തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്, CDSനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഈ കാർഷികോൽപ്പന്നങ്ങൾ ഇപ്പോൾ ധാരാളം പച്ചക്കറി ഇനങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട്. ഇത് പല കുടുംബശ്രീ യൂണിറ്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പൊതു സംവിധാനം ആകുമ്പോൾ ഇതിൻ്റെ വില നിർണ്ണയം പല ഗ്രൂപ്പുകൾക്ക് തമ്മിലും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കൃഷി ചെലവുകളും അതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് കുറേ കൂടി
ഒരു യൂണിഫോമിറ്റി വരുത്തുന്നതിനകത്ത്? ഇത് ഒരു ഏകീകൃത വില ഞങ്ങൾ നിശ്ചയിക്കും. അങ്ങനെ ഒരു വില നിർണ്ണയത്തിനുള്ള സംവിധാനം ഇപ്പം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടോ, അത് ഒരുക്കേണ്ടതല്ലേ? അത് ചെയ്യുന്ന പറഞ്ഞാല് ഞങ്ങൾ സ്ഥിരം നടത്തുന്ന മേളകളില് ഇപ്പൊ 23 വാർഡുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ CDS ഒരു വില തീരുമാനിക്കും. ഇപ്പൊ ജൈവ പച്ചക്കറി ആണെങ്കിൽ എല്ലാ സ്റ്റോളിലും ഇന്ന വില എന്നുള്ള ആ രീതിക്ക് ഒരു തീരുമാനം CDS തലത്തിൽ കൊടുത്ത് അത് എല്ലാ യൂണിറ്റും അംഗീകരിച്ചുകൊണ്ടാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് 5 ആളെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് ആൾക്കാർക്ക് ഓർഡർ ഉണ്ടെങ്കിൽ എടുത്ത് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഉച്ചക്ക് 12 മണിയാകുമ്പോൾ ചോറ്. ഒരുപാട് കുട്ടികളുണ്ടാകും. നല്ല KMCT NIT പിന്നെ ഇവിടെ വേറൊരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ കുട്ടികൾ ഇഷ്ടമാതിരി വരും. ഇവിടുത്തെ സ്റ്റാഫോ പഞ്ചായത്തിലെ സ്റ്റാഫും വരും. അവർക്ക് ഭക്ഷണം സാധാരണ കൊടുക്കുന്നതിൽ 5 രൂപ കുറച്ച് ഭക്ഷണം കൊടുക്കുക. കുട്ടികൾക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത്, സ്റ്റാഫിന്. കാരണം ഇവിടെ ഒരു ഇതും എക്സ്പെൻസ് ഒന്നും വാങ്ങുന്നില്ലല്ലോ, അത് കാരണം കുറച്ച്. ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആദ്യമൊക്കെ നന്നായിട്ട് പോയിണ്ടായിരുന്നു, പിന്നെ കുട്ടികൾക്ക് അടുത്ത കാലത്ത് കുറച്ച് കുറഞ്ഞു. പിന്നെ ഇപ്പം നന്നായി വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരും, പുറത്തുനിന്ന് ആൾക്കാർ വരും. ഒരു 250 പേരൊക്കെ വരും. കുടുംബശ്രീ സംരംഭം ജീവിക്കാനുള്ള ആ ഒരു ഇതും കൂടി ഇല്ലാണ് മേഡം. അത്ര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം വെച്ചാൽ അങ്ങനെ ഒന്ന് ജീവിച്ച് പഠിച്ചില്ലായിരുന്നു. വന്നതും സാബിറ ചെയർപേഴ്സന്റെ ഒരൊറ്റ സാന്നിധ്യത്തിലാണ് എനിക്ക് ഈ ജീവിതം കിട്ടിയത്. എൻ്റെ ഹസ്ബൻഡാണ്, പേര് അബ്ദുറഹിമാനാണ്. കൂലിപ്പണി ഡ്രൈവിംഗ് ആണ്. മകളാണ്, പേര് ഷാന റഹ്മാനാണ്. +2 പഠിക്കുന്നു. സാബിറയുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള അഭിപ്രായം? സാബിറയുടെ പ്രവർത്തനങ്ങൾ ആദ്യമൊക്കെ കുറഞ്ഞൊരു വിഷമം ഉണ്ടായിരുന്നു. വീട്ടിൽ സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ആളില്ലാത്തത് കൊണ്ട് ഭക്ഷണത്തിനും അങ്ങനെ ആയിട്ട് പിന്നെ ഓരോ അന്നൊക്കെ പൊതുവെ നാട്ടിലുള്ളവർ തന്നെ എതിർപ്പായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീ ഇങ്ങനെ ഈ ഫീൽഡിൽ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് എല്ലാവരും എതിർപ്പായിരുന്നു. പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതിന്റെ നല്ല വശം അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് മുന്നോട്ട് പോവാണ് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇപ്പൊ 100% എന്റെ ഭാഗത്തുനിന്ന് അവർക്കുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. മോള് +2 പഠിക്കാല്ലേ? +2 സയൻസ്. അതെ. അപ്പൊ ഉമ്മ ഇങ്ങനെ ഈ കുടുംബശ്രീ പ്രവർത്തനത്തിന് ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുമ്പോഴേ എന്ത് തോന്നുന്നു? വീട്ടില് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത്. അല്ല, മോക്കത് ഇഷ്ടമുള്ള കാര്യമാണോ അതോ കുഴപ്പമില്ല? കൂടെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സാധാരണ ഇപ്പൊ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകളെക്കാളും കൂടുതൽ ജോലി ചെയ്യുന്നത് വീട്ടിലുള്ള സ്ത്രീകളാണ്. അപ്പൊ ആ പണികൾ എങ്ങനെയാണ് രണ്ടും കൂടി ചെയ്ത ആള് ക്ഷീണിക്കുകയും ചെയ്യും? എങ്ങനെയാണ് അതിന്റെ ഒരു നടത്തിപ്പ്? അത് പുലർച്ചെ 4 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഇവർക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവർക്കുള്ള അലക്കല് അങ്ങനെ എല്ലാ പരിപാടികളും 8 മണിന്റെ മുന്നായിട്ട് തന്നെ ചെയ്തു തീർക്കും. പിന്നെ ബാക്കിയുള്ള വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷമാണ് വരുന്നത് വെച്ചാൽ അപ്പോൾ ചെയ്യും. നിങ്ങളൊക്കെ കൂടെ കൂടുവോ? ഹെൽപ്പ് ചെയ്ത് കൊടുക്കും എല്ലാ കാര്യവും. അപ്പൊ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാവുന്ന ഒരു നല്ല ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് മറ്റു ചെയ്യാം, വീട്ടു ജോലിയും കൂടെ കൊണ്ടുപോകാൻ പറ്റും. തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള പണിയാണല്ലേ? എത്ര പേരുണ്ട് ഇവിടെ ജോലി? ഇവിടെ 28 ആള്. എത്ര ദിവസത്തേക്കുണ്ട് ഇത്? 10 ദിവസത്തേക്ക്. ഇനി ഞങ്ങൾ പറയാമെന്നുള്ള പ്രോഗ്രാം കാണുന്നില്ലേ? സ്ഥിരം കാണാറുണ്ട്. അപ്പൊ മറ്റ് സ്ഥലങ്ങളിലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഏത് രീതിയിൽ മെച്ചപ്പെടുത്താന്നാണ് തോന്നിയിട്ടുള്ളത്? ഏത് രീതി ഇപ്പൊ എന്തെങ്കിലും സംരംഭം തുടങ്ങാം ഞങ്ങൾക്ക് ഒരു കൂട്ടായിട്ടോ. പിന്നെ എനിക്കിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സംരംഭം ഞാൻ ആഗ്രഹിക്കുന്നത്. പുറമെ പോവാനുള്ള ആരോഗ്യ പ്രശ്നം ഉള്ളതിനെ കൊണ്ട് ഞാൻ പുറമെ പോയി ചെയ്യുന്നേക്കാളും ഭേദം എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള സംരംഭം എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ തൊഴിലുറപ്പ് കൂടെ വരുമ്പോ ആ പ്രയാസങ്ങളും ഒക്കെ പോയി. ഭർത്താവ് പിന്നെ 5 വർഷം മുന്നേ മരിച്ച്, കുട്ടികളില്ല.
അടുത്ത വാഴ ഇപ്പം വിളവെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? ഏതാണ്ട് വിളവ് തയ്യാറായിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ കഴിഞ്ഞ കൊടുത്തതിനകത്തൊക്കെ ഒരു കൊലയ്ക്ക് എത്ര തൂക്കം കിട്ടിയിരുന്നു? ഒരു കൊലയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ 20 ഉള്ളതുണ്ട്. കിലോ ഉണ്ടോ? ചിലത് 15 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്. എല്ലാം 10 മേലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് പാട്ടത്തിനടുത്തെന്ന് പറഞ്ഞു. ഒരു വാഴ അതിന് എത്ര പാട്ടത്തോട്? ഒരു വാഴയ്ക്ക് 30 രൂപ. കഴിഞ്ഞ വർഷം 25 ഒരു വാഴയ്ക്ക്. ഇത്തവണ കൂട്ടാൻ കാര്യം? അത് പറയൂ, ഒരു ആള് കൂട്ടിയാല് പിന്നെ അങ്ങനെ പാട്ടത്തിന് കൊടുക്കുന്നവര് ഒരു വാഴയിൽ 200 രൂപ വെച്ചിട്ട് ഒഴിഞ്ഞു കിട്ടുന്നുണ്ട്. അത് കണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്ര ആവുന്നില്ല. ഞങ്ങളെ ഭർത്താക്കന്മാരും ഞങ്ങളും തന്നെയാണ് ഇതിന്റെ മിക്ക കൊടുക്കുന്നില്ല. ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. വളം ഞങ്ങൾ ജൈവവളം ഞങ്ങൾ വാങ്ങും. ഇവിടെ ഒരു വയോജന സഭയുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആ സഭ എങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. വയോജന സഭയുടെ പ്രവർത്തനത്തിലേക്ക് അവരെ വിടാൻ താല്പര്യം കാണിക്കാത്ത കുടുംബങ്ങൾ താല്പര്യം കാണിക്കാത്ത കുടുംബങ്ങളില്ല. ഈ കുടുംബശ്രീ പ്രസ്ഥാനം ഒത്തിരി പേര് കേട്ടുപോയോണ്ട് ഇതും അതേപോലെ തന്നെ ഒരു സംവിധാനമാണെന്നുള്ള ഒരു വിശ്വാസം ബോധ്യം അവർക്കുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം കൂടാനുള്ള ഒരു വേദി, ഇതിന് ഇങ്ങനെ ഒരുമിച്ച് കൂടി വേറെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ കുറച്ച് അവരെ പരിപാടികൾ ഞങ്ങൾക്കിപ്പോ ഒരു ക്ലാസ് ഞങ്ങളിപ്പോൾ ഒരു ക്ലാസ് കൊടുത്തു. അതിൽ നിന്ന് പതുക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലാസിന്റെ ബോധവൽക്കരണ ക്ലാസ് തന്നെയാണ്. വയോജനങ്ങൾ നിങ്ങൾ വീട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്തും പറയാനുള്ള ഒരു വേദിയാണ്. ഞങ്ങളുടെ കുടുംബശ്രീയിൽ നിന്ന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളോട് പറയണമെന്നും അങ്ങനെയുള്ള ഒരു ക്ലാസ് ഞങ്ങൾ കൊടുക്കുകയും നമുക്ക്. സാധാരണ നിങ്ങൾ യോഗം കൂടുന്നത് എങ്ങനെയാ? എല്ലാ വീടുകളിലും വെച്ചിട്ടാണ്. നമ്പർ അനുസരിച്ച് 1, 2 അങ്ങനെ നമ്പർ ക്രമത്തിൽ ഓരോ വീട്ടിലും വെച്ച് യോഗം നടത്തും. അയൽക്കൂട്ടത്തിൽ ഈ കൃഷി ഒരു സംരംഭമായിട്ട് എടുത്ത് നടത്തുന്നതിനെ പറ്റിയിട്ട് ചർച്ചയൊക്കെ ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ച് ചർച്ചയായിട്ട് ഞങ്ങൾ തന്നെ കൂടി തീരുമാനിച്ചിട്ട് നമ്മൾ അങ്ങനെ പച്ചക്കറിന്റെ സമയമാകുമ്പോൾ പച്ചക്കറി ഉണ്ടാക്കുക, ഏതെങ്കിലും സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ വിറ്റഴിക്കാൻ എങ്ങനെയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? വിറ്റഴിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കടകളിലൊക്കെ കൊടുക്കും. നാട്ടിൽ തന്നെ. ഇവിടെയൊക്കെ നാട്ടിൽ ഉണ്ടാക്കുന്ന കപ്പയ്ക്കൊക്കെ ഇതാണ്. അപ്പോൾ അവിടെ വന്ന സന്ദർശനത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ കണ്ടു. അതിൽ വന്ന 2 ജൂറി മെമ്പർമാരാണ് ഇവിടെ ഇരിക്കുന്നത്. മിനി മാഡം ഉണ്ട്, ഡോക്ടർ തമ്പാനുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് അവരൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പറയാനുള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാതെ. അവിടെ CDSഉം പഞ്ചായത്തുമായിട്ട് വളരെ അടുത്ത ഒരു പ്രവർത്തനം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ അടുത്ത പ്രവർത്തനമാണ്. എന്നാൽ രണ്ടും സ്വതന്ത്രമായി നിന്നുകൊണ്ട് തന്നെ പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന് പ്രധാനമായിട്ടും കൃഷിയാണ് നിങ്ങളുടെ ഒരു ശക്തി അല്ലേ? കാർഷിക മേഖലയിലാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും SC കമ്മ്യൂണിറ്റിയെയും എല്ലാം തന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കൊരു എല്ലാ സമിതികളിലും CDSൽ അംഗത്വമുണ്ട്. അതുപോലെ വളരെ ആക്റ്റീവായിട്ട് JLGകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സോഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള നിലയിൽ അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അവിടെ നിങ്ങൾ ആരംഭിച്ചിട്ടുള്ള വയോജന സഭ വളരെ നല്ലൊരു സംഗതിയാണ്. പക്ഷെ അത് തുടക്കം ആയിട്ടേ ഉള്ളൂ. അതിനിയും കുറേ കൂടി മുന്നോട്ട് പോകാനുണ്ട്. അന്ന് തന്നെ അവർ പെൻഷൻ പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ വയോജന സഭയിൽ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനിയും കുറച്ചുകൂടി ആക്റ്റീവ് ആക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും അത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് തോന്നി. മറ്റൊന്ന് പൊതുവെയുള്ള ഒരു പങ്കാളിത്തം, പൊതുജനങ്ങളുമായുള്ള ബന്ധം CDSഉം കുടുംബശ്രീയും എല്ലായിടത്തും എത്തിയിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാ സ്ഥലത്തും അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തനത്തിനുള്ള ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു സംഗതി എന്നുള്ളത് ഒരുപാട് തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങളിലേക്ക്, തൊഴിൽ പരിശീലനങ്ങൾക്കൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിലവിലുള്ള സൗകര്യങ്ങളെ കുറച്ചുകൂടി, അവിടെ ധാരാളം ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ അടുത്ത് തന്നെയുള്ള നഗരം ഉണ്ട്. അത്തരം സാധ്യതകളെ ഇനിയും ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത ചാത്തമംഗലത്തുണ്ട്. അത് വേണ്ട വിധത്തിൽ അത്രയ്ക്ക് അതങ്ങ് ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ആ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനിയും
CDSന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ ഒരു നിലവിൽ അവിടെ ലഭ്യമായിട്ടുള്ള സാങ്കേതിക സഹായത്തിനും മറ്റുമുള്ള സാധ്യതകൾ ഉപയോഗിക്കണം എന്നൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. അതുപോലെ വിപണന ശൃംഖല, പച്ചക്കറിയുടെയൊക്കെ വിപണന ശൃംഖല ഇപ്പോൾ ഒരു അത്ര അധികമില്ല. അതിനെ കുറച്ചും കൂടി പൊതു മാർക്കറ്റിനെ ആശ്രയിക്കുന്ന രീതിയിലാണ് JLGകൾ പ്രവർത്തിക്കുന്നത്. അത് കുറച്ചുകൂടി ആ മാർക്കറ്റിംഗ് ശൃംഖല കുറച്ചുകൂടി നന്നാക്കണം. പിന്നെ കലാപരമായി നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതൊരു വളരെ നല്ല രീതിയിൽ തന്നെ നാടകമായിട്ടും മറ്റു രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് പൊതുവിൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഡോക്ടർ തമ്പാൻ എന്താ പറയാനുള്ളത് കൂടി കേൾക്കാം അല്ലേ? CDSന്റെ പ്രവർത്തന മികവ് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ അനുഭവം ഫീൽഡ് സന്ദർശനത്തിന് മനസ്സിലായത്. ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്തുണ എടുത്തു പറയേണ്ടതാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു മേൽനോട്ടം എല്ലാ കാര്യത്തിലുണ്ടെങ്കിൽ അത് അവരെ നിയന്ത്രിക്കുന്ന രീതിയിലല്ല, വളരെ ഒതുങ്ങിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ്. അതേസമയം മികച്ച പിന്തുണയാണെന്ന് എല്ലാ കുടുംബശ്രീ പ്രവർത്തകരും പറയുന്നുണ്ട്. നല്ലൊരു ശൈലിയായിട്ട് തോന്നി ഞങ്ങളുടെ സന്ദർശനങ്ങളിൽ ആ കാര്യം കണ്ടപ്പോഴും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ വയോജന സഭ എന്നുള്ള അതൊരു വളരെ നൂതനമായിട്ടുള്ള ഒരു സമീപനവും നല്ല സാധ്യതയുള്ള ഒരു സംരംഭമായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വയോജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം നല്ല സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഈ സുല്ലു ചൊല്ലാതെ ലഹരിയോട് എന്നുള്ളത് വളരെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു തീം ഈ നാടക രൂപത്തിലൂടെ ബോധവൽക്കരണ പ്രവർത്തനത്തിൽ ഉപയോഗിച്ചത് വളരെ നല്ല ശക്തിയായ ഒരു സമീപനമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കൃഷിയാണ് ചാത്തമംഗലം ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് പറഞ്ഞിട്ടുള്ളത്. കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് സംരംഭങ്ങളൊക്കെ അവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ പച്ചക്കറി കൃഷി, വാഴ കൃഷി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലായിടത്തും കുടുംബശ്രീ ഏർപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നെൽകൃഷി ഇതൊക്കെ എല്ലായിടത്തും കുടുംബശ്രീ ഏർപ്പെട്ടിട്ടുള്ള മേഖലകൾ തന്നെയാണ്. പക്ഷെ ആ മേഖലകളിലുള്ള പ്രവർത്തനം കുറെ കൂടി കാര്യക്ഷമത കൈവരിക്കുന്ന രീതിയിലേക്ക് ഉയർത്തണമെന്നുള്ളത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് തെങ്ങ് കൃഷിയുടെ നാടാണ്. അപ്പം തെങ്ങ് കൃഷിയിലാണെങ്കിൽ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിലൂടെ ഈ വാല്യൂ അഡീഷൻ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിന് നല്ല സാധ്യതകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംരംഭമൊന്നും കുടുംബശ്രീ CDS ഇപ്പോൾ അവിടെ ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പം മറ്റു ചില മേഖലകളിൽ പേരാമ്പ്രയിലൊക്കെ അത് ഉണ്ട്, കേട്ട് കാണും, സുഭിക്ഷയൊക്കെ. അപ്പോൾ അതുമാതിരിയുള്ള സംരംഭങ്ങൾ ഈ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, നാളികേര ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിൻ്റെ സാധ്യതകളുണ്ട്. ഇപ്പോഴിപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പോൾ വെർജിൻ വെളിച്ചെണ്ണയുടെ ഒരു യൂണിറ്റിലേക്ക് നിങ്ങൾ കുറേ പേർ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അത്തരം സംരംഭങ്ങൾ ചാത്തമംഗലം CDSനകത്ത് തന്നെ വരുത്തിയാൽ ഈ പറഞ്ഞ വരുമാന വർധനവും തൊഴിലവസരവും വനിതകൾക്ക് ലഭ്യമാക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ കുറേ കൂടി പ്രവർത്തനം ശക്തമാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചെയർപേഴ്സൺ, JLG എത്ര ഗ്രൂപ്പുണ്ട്? 207. അതിൽ എത്ര വിസ്തീർണം, എത്ര ഏക്കർ? 435 ഏക്കറിൽ 435 ഏക്കർ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പായിട്ട്. എന്നിട്ട് പക്ഷേ ഇത്രയും വലിയൊരു പഞ്ചായത്തായിട്ടും നമുക്ക് 435 ഏക്കറേ കിട്ടിയുള്ളൂ 5 കൊല്ലമായിട്ട്. പ്രസിഡന്റ്, തരിശില്ലാതെ ഇല്ലയെന്ന് പറയുന്നില്ല, തരിശുള്ള ഭൂമി ആളുകൾ കൊടുക്കാൻ മടിയാണ് പാട്ടത്തിന്. അപ്പോൾ കൊടുക്കാൻ മടിയായപ്പം ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ഒരു തരിശു ഭൂമി ബാങ്ക് ഉണ്ടാക്കി ആ ബാങ്ക് ഉണ്ടാക്കി അവരിൽ നിന്ന് ഭൂമി ഇവർക്ക് മേടിച്ചു കൊടുക്കായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് 5 ഏക്കർ ഒന്നിച്ച് ഒരാൾ തരാമെന്ന് പറഞ്ഞു കൃഷിക്ക് വേണ്ടി. എന്താ പറഞ്ഞാൽ ഇത് തുടങ്ങാനുള്ള ഒരു കാരണം, തരാനുള്ള ഒരു കാരണം, നേരത്തെ തരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ജൈവ കൃഷിയല്ല നേരത്തെ എല്ലാവരും ചെയ്യുന്നത്, അല്ലാത്ത രീതിയിലുള്ള കൃഷികൾ ചെയ്ത് മണ്ണ് കേടുവരുത്തുക എന്നുള്ളതാണ്. ഹരിതസേന തൊഴിൽ കൂട്ടം വല്ലതുണ്ടോ ചെയർപേഴ്സൺ? വ്യക്തിഗത കർഷകരായിട്ട് കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയാൽ തന്നെ കൃഷി ചെയ്യാൻ തൊഴിലുറപ്പ് മനസ്സിലായി. അല്ലാതെ നമുക്ക് പല പഞ്ചായത്തുകളിലും ഇപ്പോ ലേബർ ആർമി എന്ന് പറഞ്ഞിട്ട് ഈ കൃഷിഭവൻ മുഖേന ഹരിതസേന പദ്ധതിയിൽ ഗ്രൂപ്പുകളാക്കിങ്ങാട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ ഷെഡിന്റെ ഭാഗമായിട്ട് ഗ്രാമവികസന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കീഴിൽ 77 ഗ്രൂപ്പ് അങ്ങനെ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ കൂട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ ശ്രീജ? തൊഴിൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഹരിതശ്രീ ആയിട്ട് 5 അംഗങ്ങൾ ചേർന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അത് JLG. അല്ലാതെ ഈ ആര് വിളിച്ചാലും പോകുന്ന തൊഴിലെടുക്കാൻ പോകുന്ന ഹരിതസേന മാതിരിയുള്ള തൊഴിൽ കൂട്ടങ്ങൾ, തൊഴിൽ ചെയ്യാൻ വേണ്ടി തയ്യാറായവരുടെ കൂട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്.
അന്വേഷണം നമ്മൾ നടത്തിയിട്ടുണ്ടോ? തൊഴിലുറപ്പിലൂടെ തൊഴിലുറപ്പ് പണി അല്ലാതെ അതാ ചോദിക്കുന്നത്. തൊഴിലുറപ്പ് വഴിയുള്ള പണി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അല്ലെ, കൃഷിക്കാരെപ്പോഴും പരാതി പറയുന്നുണ്ട് കർഷക തൊഴിലാളികളെ കിട്ടാനില്ല. അത് വലിയൊരു സാധ്യതയാണ്. അത് പ്രയോജനപ്പെടുത്താൻ കുടുംബശ്രീ ഇപ്പൊ തയ്യാറാക്കിയ ആക്ഷൻ പ്ലാൻ പ്രകാരം തൊഴിലുറപ്പില്ലാത്ത സമയത്തേക്ക് തൊഴിൽക്കൂട്ടത്തിലേക്ക് ആളുകളെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് ഞങ്ങള് സംരംഭം എത്ര സംരംഭങ്ങൾ ഗ്രൂപ്പായിട്ട് 318 ഗ്രൂപ്പ് സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 318 ഉണ്ട്. 318ന്റെ ഡീറ്റെയിൽ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതിൽ എത്ര പേര് കാണും? ഒന്നില് ശരാശരി എത്ര പേര് കാണും? 5 പേര്, 10 പേര്? 5 ആളുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പാണുള്ളത്. അപ്പൊ 1500-ലധികം ആൾക്കാർക്ക് ഈ ഗ്രൂപ്പ് സംരംഭങ്ങളിലൂടെ തൊഴിൽ കൊടുക്കുന്നുണ്ട്. അത് ശരി. ഏതൊക്കെയാണ് പ്രധാന ഗ്രൂപ്പ് സംരംഭങ്ങൾ? മുട്ടഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. എത്ര ഗ്രൂപ്പുകളിലാണ്? 300 ഗ്രൂപ്പുകൾക്ക് 15,000 കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 318-ൽ 300 മുട്ട ഗ്രാമം പദ്ധതിയിലെ ഗ്രൂപ്പുകളാണ്. അത് വീട്ടില് 9 ഗ്രൂപ്പുകൾക്ക് ആടുഗ്രാമം പദ്ധതി. അതല്ലാതെയുള്ള എന്റർപ്രൈസസ് എന്ന് പറയാവുന്ന സംരംഭങ്ങൾ, പിന്നെ ഹോട്ടൽ കണ്ടു നമ്മള്, പിന്നെ പപ്പട യൂണിറ്റ് 4 ഗ്രൂപ്പിന്, ടൈലറിംഗ് യൂണിറ്റ്, മൺപാത്ര നിർമ്മാണ യൂണിറ്റ്. അപ്പൊ ഈ കോഴിമുട്ടയുടെ ഗ്രൂപ്പുകളെ ഒഴിച്ചു നിർത്തിയാൽ 18 ഗ്രൂപ്പേ കാണുള്ളൂ അല്ലേ? ബാക്കി IJR വഴി തൊഴിലാണ്. അത് മനസ്സിലായി. അത് ഞാൻ നമ്മൾ വരാം. നല്ലൊരു കാര്യമാണ്. ഞാൻ ഇത് കുറച്ച് കാണാൻ വേണ്ടി ചോദിക്കുകയല്ല, സംരംഭങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. സംരംഭങ്ങളെക്കാൾ വരുമാനം ലഭിക്കുന്ന മറ്റു മാർഗങ്ങളാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് സംരംഭങ്ങൾക്കുള്ള സാധ്യതകൾ അത് വിറ്റഴിക്കാനും അത് ആളുകൾക്ക് ഇതാക്കാനുമുള്ള ആ ഒരു പ്രദേശം അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ IJR പോലുള്ള പദ്ധതികളിൽ കൂടെ അവർക്ക് സ്വയം വരുമാനം നേടുന്ന രീതിക്ക് ഉള്ള സംവിധാനം നമ്മുടെ നാട്ടിന് പറ്റിയ മറ്റു പദ്ധതികളിലേക്ക് തിരിഞ്ഞതാണ്. അപ്പൊ ഈ IJRൽ എത്ര പേര് കാണും? IJRൽ നേരത്തെ 512 പേരാണ് രജിസ്റ്റർ ചെയ്തത്. 212 പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുകയും ചെയ്ത് ഇപ്പൊ 830 പേരോളം രജിസ്ട്രേഷനിൽ വന്നു. അതിൽ 58 പേർക്ക് ഫാഷൻ ഡിസൈനിങ് പരിശീലനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാമ്പറ്റ ഡോൺ ബോസ്കോ ആയിട്ട് 58 പേർക്ക് പ്ലേസ്മെന്റിലൂടെ പരിശീലനം, 40 പേർക്ക് വെർജിൻ ഓയിൽ പ്ലേസ്മെന്റും ജോലിയും കൂടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ കുറച്ചുകൂടി ഇപ്പോ ഈ പ്ലംബിങ്, ഇലക്ട്രിക്കൽ വയറിംഗ്, മെയിന്റനൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കൂടി അലുമിനിയം ഫാബ്രിക്കേഷന് തരുന്നുണ്ട്. കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള അങ്ങനെ പറ്റില്ലേ? കാരണം ഈ ഗാർമെന്റ് മേക്കിങ്ങിനുള്ള ഒരു വലിയ വെല്ലുവിളി അത് നമുക്ക് മാർക്കറ്റിലൊക്കെ മത്സരിച്ച് ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഫാഷൻ ഡിസൈനൊക്കെ നമ്മൾ പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും ആവശ്യക്കാരുള്ള അത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അവർ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് എടുക്കും, ഇന്ന വാർഡിൽ ഏതൊക്കെ ഗ്രൂപ്പിനാണ് താല്പര്യമുള്ളത്. ഇപ്പം പറഞ്ഞ ഫാഷൻ ഡിസൈനിങ്, അപ്പം അതിൽ താല്പര്യം വന്ന ലിസ്റ്റാണ് അവർ താല്പര്യമുള്ള വ്യക്തികളാണ് എടുത്തത്. പിന്നെ തയ്യൽ ഇപ്പം ഞങ്ങൾക്ക് വ്യക്തിഗതമായിട്ട് 213 വ്യക്തിഗത ടൈലറിംഗ് ഉണ്ട്. അപ്പോൾ ഇവരെ മാർക്കറ്റിങ്ങിനുള്ള വിപണി ഇപ്പം നമ്മൾ തുടങ്ങിയ വിപണന കേന്ദ്രം അത് ഈ വ്യക്തികളിൽ നിന്നിട്ട് അവരുടെ വസ്ത്രങ്ങൾക്ക് വിപണി കണ്ടെത്തുകൂടെ ചെയ്യാണ്. ഞങ്ങളൊരു ഹോം മാർക്കറ്റിംഗ് സിസ്റ്റം കൂടെ കൊണ്ടുവന്നുണ്ട്. ഹോം പാക്കിംഗ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു പ്രൊജക്ട് രൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ കണ്ടത് 50 പേർക്ക് തൊഴിൽ നൽകാൻ പറ്റുന്നാണ് കാണുന്നത്. മൃഗസംരക്ഷണ മേഖലയിൽ കോഴിക്കുഞ്ഞ് കൊടുത്തതിന്റെ കാര്യം പറഞ്ഞു. അവിടെ മൃഗസംരക്ഷണ വകുപ്പ് കുടുംബശ്രീയുമായി ചേർന്ന് ഗ്രാമപഞ്ചായത്തും ജില്ലാ മിഷനും കൂടെ ചേർന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആടുഗ്രാമം. അതിൽ 9 വനിതാ ഗ്രൂപ്പുകൾ, ഈ കുടുംബശ്രീ അംഗങ്ങളായ 9 വനിതാ ഗ്രൂപ്പുകളെ ട്രെയിനിങ് കഴിഞ്ഞവരാണ് സെലക്ട് ചെയ്ത് അവർക്ക് ഒരു ഗ്രൂപ്പിൽ 5 പേര് വെച്ച് ഒരാൾക്ക് 4 ആട്, അങ്ങനെ 180 ആടുകളെ ഇപ്പോൾ അവർ പോറ്റുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ മാർച്ചിലാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മാസത്തിന് മേലെയുള്ള ആടുകളെയാണ് കൊടുത്തിരുന്നത്. പഞ്ചായത്ത് പർച്ചേസിംഗ് കമ്മിറ്റി ചേർന്ന് വാങ്ങി അതിപ്പോൾ അതിൻ്റെ മോണിറ്ററിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി ഓണച്ചന്ത ഇവരുടെ വിപണന കേന്ദ്രവുമായിട്ട് ചേർന്ന് ഈ ഇപ്പോൾ ചില ആടുകളൊക്കെ പ്രസവിച്ചു തുടങ്ങി. അതിൻ്റെ കുട്ടികൾ 2 മാസം കഴിയുമ്പോഴൊക്കെ അവരെ വിൽപ്പനയ്ക്ക് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഇത്രേ സാധ്യതയുള്ളോ? 9 ഗ്രൂപ്പ് 9 4 36 360 ആട് കൊടുക്കാനുള്ള സാധ്യതയുള്ളോ?
അതല്ല അതിൽ കൂടുതൽ ബിരിയാണിയുടെ നാടാണ് കോഴിക്കോട്. അതെ, കുറച്ചും കൂടി, അതായത് ഇപ്പോൾ ഇത് ആദ്യമായി ചെയ്തതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ചെയ്തത്. ട്രെയിനിങ് കഴിഞ്ഞ ഇത്ര ഗ്രൂപ്പുകളാണ് കിട്ടിയത്. ഇനിയും ഭാവിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇത് അനിമൽ ഹസ്ബൻഡറിയിൽ ഇപ്പം ഈ പൗൾട്രി ലേയേഴ്സും മറ്റേ ഇതും ആടിന്റെയും പറഞ്ഞു, വേറെ ഏതെങ്കിലും സംരംഭങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടോ ഡോക്ടർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് നമ്മൾ ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ലഭിച്ച ഒരു സപ്പോർട്ടാണ് കഴിഞ്ഞ വർഷം കുളമ്പുരോ പ്രതിരോധ കുത്തിവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇവരോടൊരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടും വളരെ എനർജറ്റിക് ആയിട്ട് ഞങ്ങളെക്കാൾ വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഈ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ നിലവിലുള്ള കർഷകർ നമ്മുടെ കയ്യിലുണ്ട്, ഡാറ്റാ ബാങ്ക് ഉണ്ട്, പക്ഷേ ചേഞ്ചസ് അറിയാൻ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഓരോ വാർഡുകളിലെയും ലിസ്റ്റുകൾ ഉള്ള നിലവിലുള്ള കർഷകർ അത് ഇവർ വേഗം തന്നെ ഞങ്ങൾക്ക് തരികയും ഡേറ്റ കളക്ഷൻ സർവേ നടത്തി വിവരശേഖരണത്തിന് അവർ ഉപയോഗപ്പെടുത്തി. സേവിങ്സ് നേരത്തെ ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ കൂട്ടി നോക്കിയപ്പോഴേ നിങ്ങളുടെ ആന്തരിക സേവിങ്സ്, നിങ്ങളുടെ സമ്പാദ്യം, മൊത്തം സമ്പാദ്യം 6 കോടിയിലധികം, 6.5 കോടിയിലധികം ഉണ്ട് എല്ലാ IDSന്റെയും കൂടെ കൂട്ടി നോക്കിയപ്പോൾ. നല്ലൊരു സംഖ്യയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇത് ഉപയോഗിച്ച് സമ്പാദ്യം ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നടത്താൻ പറ്റും. അതിന് പുറമെ ലിങ്കേജ് ലോൺ ഏകദേശം 3,41,00,000 അന്ന് തന്ന കണക്കനുസരിച്ച്. അത് കുഴപ്പമില്ല. അപ്പോൾ 6, 3, 9 10 കോടിയോളം ഉള്ള പരിപാടികളുണ്ട് അല്ലേ? അതിനനുസരിച്ചുള്ള ഗ്രൂപ്പുകൾ നമ്പർ പോരാ. ഈ ആന്തരിക വായ്പ എടുക്കാത്ത കുറെ കുടുംബശ്രീകളുണ്ട്. 407 കുടുംബശ്രീകളും ചിലർക്ക് ആന്തരിക വായ്പ ആവശ്യമില്ല, പക്ഷെ ചിലർക്ക് അവരെ ആന്തരിക വായ്പ തന്നെ ചെയ്യാത്ത സാഹചര്യം വരുന്നുണ്ട്. അപ്പം CDSലേക്ക് അവരെ ലിങ്ക് ചെയ്യിച്ച് വ്യക്തിനെ ലിങ്ക് ചെയ്യിക്കുന്നുണ്ട്, ഈ കുടുംബശ്രീ ഗ്രൂപ്പിനെ ഈ GDS ഗ്രൂപ്പിലേക്ക്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മാസം ഞങ്ങൾക്ക് 3 ആൾക്ക് 3 ലക്ഷം വീതം ലോൺ കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? പറ്റുന്നുണ്ട്. ബാങ്കിന്റെ എന്താണോ ഈ കടം കൊടുക്കുന്നതിന് പുറമെ എന്തെങ്കിലും സർവീസസ്? ഈ കുടുംബശ്രീ യൂണിറ്റുകൾ ചാത്തമംഗലം ഈ CDS വന്നതിന് ശേഷം ചാത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ ഇവരുടെ 404 അക്കൗണ്ടുകൾ നിലവിലുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 100% എന്ന് തന്നെ പറയാം. മുൻകാലങ്ങളിൽ തുടങ്ങിയ വിരലിലെണ്ണാവുന്ന ചില അക്കൗണ്ടുകൾ ഒഴികെ മുഴുവൻ യൂണിറ്റുകളുടെയും അക്കൗണ്ട് ഞങ്ങളുടെ ബാങ്കിൽ തന്നെയാണ്. അതുപോലെ തന്നെ JLG ഗ്രൂപ്പുകളുടെയും 207 യൂണിറ്റുകളുടെയും അക്കൗണ്ട് ഞങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ ഈ CDSന്റെ പങ്ക് വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാർ സൂചിപ്പിച്ച പോലെ ഇവരുടെ നിക്ഷേപത്തിൻ്റെ 6,63,00,000 രൂപ ഇവരുടെ നിക്ഷേപമായിട്ട് ബാങ്കിൽ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ശരാശരി ഒരു മാസം 60 മുതൽ 70 ലക്ഷം രൂപ വരെ ബാങ്കിൽ കുടുംബശ്രീയുടെ അക്കൗണ്ടുകളിൽ ബാക്കി നിൽപ്പുണ്ടാവും. നിങ്ങളുടെ കാര്യം കുശാലായി. തിരിച്ചെന്ത് കൊടുക്കുന്നുണ്ടെന്നാണ് ചോദ്യം. അതാ പറയാൻ പോകുന്നത്. ഈ പറഞ്ഞതിനകത്ത് തന്നെ ഞങ്ങൾ 2010-11 വർഷം മുതൽ ഈ 14-15 വർഷം കൂടി 4 വർഷത്തിനകം 3,41,00,000 രൂപ ലിങ്കേജ് ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ വീതം 341 യൂണിറ്റുകൾക്ക്. അതായത് 400 യൂണിറ്റുകളുള്ളതിൽ 80% മുകളിൽ. മറ്റുള്ളവയൊക്കെ 6 മാസം കഴിയാതെ നമുക്ക് ഗ്രേഡിംഗ് നടത്താനോ ലോൺ കൊടുക്കാനോ കഴിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് വന്നു പോയതാണ്. അത് ഏതാണ്ട് 100%ലേക്ക് തീർച്ചയായും എത്തിച്ചേരും. ഈ ഓണത്തിന് മുമ്പ് തന്നെ 100% ലിങ്കേജ് ലോൺ കൊടുത്തു കഴിഞ്ഞിരിക്കും. ആരോഗ്യത്തിന്റെ ഒരാൾ വന്നിട്ടുണ്ട് പാലിയേറ്റീവിന്റെ. 2009 ചാത്തമംഗലം പഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ പദ്ധതി ആരംഭിച്ചത്. ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ പ്രൊജക്ടിന്റെ അടിസ്ഥാനത്തിൽ 407 ആരോഗ്യ വളണ്ടിയർമാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവർ ഹോം കെയർ വരുന്ന സമയത്ത് ഞങ്ങൾ കൂടെ തന്നെ വരികയും അന്നപ്പോൾ ഓരോ മാസത്തിലൊക്കെയാണ് ഓരോ പേഷ്യൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നത്. അത്യാവശ്യം കെയർ വേണ്ടവരെടുത്താണ് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് എത്തുന്നത്. പാലിയേറ്റീവ് കെയറിന്റെ അല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഈ ഹെൽത്ത് വോളണ്ടിയേഴ്സുമായിട്ട് പിന്നെ ഇപ്പം ഈ അടുത്ത് ഡെങ്കിന്റെ ഒരു പനീൻ്റെ ഒക്കെ സമയമായതുകൊണ്ട് ചാത്തമംഗലം പഞ്ചായത്തിൽ 13 ഡെങ്കി കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 24 പിന്നെ ഈ വർഷമാണോ? ജനുവരി തൊട്ട് ജൂലൈ വരെ ഈ വർഷത്തത് പഞ്ചായത്തിൽ 13 കേസ്. 13 കേസ്. അത് നിയന്ത്രണാതീതമാക്കാൻ കഴിഞ്ഞത് കുടുംബശ്രീന്റെ
പ്രവർത്തനം കൊണ്ട് തന്നെ അവരും PSCയും കൂടെ ഉള്ള നന്നായിട്ട് നിരന്തര പ്രയത്നം കൊണ്ട് തന്നെ 8 മണി വരെയൊക്കെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനി മുന്നോട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്? ഈ വയോജന സഭയുടെ പരിചരിക്കാൻ ആളില്ലാത്ത ആളുകളെയാണ്, ഏറ്റവും ഉയർന്ന മേഖലയിലുള്ള ആളുകളല്ല നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. താഴെത്തട്ടിൽ വലിയ അയൽക്കൂട്ട തലത്തിൽ സർവേ നടത്തിക്കൊണ്ട് തന്നെ എല്ലാ വീടും കയറിയിട്ട് അവരെ ഏറ്റവും അധികം കഷ്ടതകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് ഈ വയോജന സഭയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. അല്ലാത്ത ആളുകൾ ഇപ്പോൾ വരുന്ന സമയത്ത് വരണ്ടാന്നും നിങ്ങൾക്കുള്ളതല്ലാന്നും അവരെ പ്രയാസപ്പെടുത്തുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളെ കണ്ടെത്തുന്ന സമയത്ത് ഈ നാണയത്തൊണ്ടിലൂടെ ഇപ്പോൾ 1 രൂപ നാണയത്തൊണ്ട് ശേഖരിച്ചും കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട ഉത്സവങ്ങൾ, ഓണ, വിഷു ഇതൊക്കെ വരുന്ന സമയത്ത് ഈ വയോജന സഭയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇടയ്ക്ക് പറയാൻ, അന്ന് പലരും പറഞ്ഞു വെച്ചാൽ അവർക്ക് പലതരത്തിലുള്ള പെൻഷൻ കിട്ടുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയോജന സഭ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇവർക്കൊക്കെ വേണ്ട ബെനിഫിറ്റ്സ് പല ഡിപ്പാർട്ട്മെന്റും അതിൽ നിന്നൊക്കെ കിട്ടുന്നതിന് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? പെൻഷൻ അവർക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ വയോജനങ്ങൾ എന്ന് പറയുന്ന അവരുടെ അടുത്ത് ഈ കാശില്ലാതെ ആവുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആദിയാണ് അവർക്ക്. അത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അത് അവരുടേതായ ഒരു പണം. അപ്പോൾ അത് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഫണ്ട് എത്താത്തൊരു സാഹചര്യം കൊണ്ട്, പഞ്ചായത്തിൽ ഫണ്ട് എത്താത്തൊരു സാഹചര്യം കൊണ്ടാണ് നമുക്ക് അത് ലഭ്യമാക്കുന്നത്. ഒന്നുമില്ല, ഇങ്ങനെയുള്ള ഈ വയോജനങ്ങളുടെ ഇങ്ങനെയുള്ള സങ്കടമൊക്കെ കേൾക്കാനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് വയോജന സഭയെ മാറ്റാം. നമ്മൾ ബോർഡ് മീറ്റിംഗിൽ തീരുമാനം എടുത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഫണ്ട് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കലാ പരിപാടികൾ അല്ലെങ്കിൽ രംഗശ്രീ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഈ ഇതിനോടനുബന്ധിച്ചിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറയൂ. അത് വാർഡ് തലത്തിൽ അയൽക്കൂട്ടങ്ങളിലെ കലാപരമായ കഴിവുള്ള ആളുകൾ ഒരുപാടുണ്ട്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ADSൽ വാർഷികം നടത്തിക്കൊണ്ട് അവരെ CDSലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുടുംബശ്രീന്റെ 17ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് തലത്തിലും മറ്റുള്ള പഞ്ചായത്തിലേക്കും. അതുകൊണ്ട് രംഗശ്രീ എന്ന പേരിൽ ബാലസഭേന്റെ കുട്ടികളെ, കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കലാരൂപത്തിന് രൂപം നൽകി കഴിഞ്ഞു. സംസ്ഥാന മിഷൻ പല CDSൽ നിന്നും കഴിവുള്ള കലാകാരികളെ കണ്ടെത്തി സ്റ്റേറ്റ് ലെവലിൽ തന്നെ രംഗശ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു കലാ ട്രൂപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇന്നത്തെ ഹിന്ദു പത്രത്തിലുണ്ട്. ഞങ്ങൾ കളിയരങ്ങ് എന്നായിരുന്നു പേര് കൊടുത്തിരുന്നത്. പിന്നെ എല്ലാവരും രംഗശ്രീ എല്ലാം തെരഞ്ഞെടുത്തവരുടെ ഒരു മത്സരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെന്താണ് പ്രധാനപ്പെട്ടത്? പിന്നെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ കലോത്സവ വേദിയിലേക്ക് എത്തിക്കുന്നതിനും കുടുംബശ്രീ കലോത്സവം നടക്കുന്നതിനും പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. അടുത്തൊരു സെഗ്മെന്റ് ഉണ്ട്, അതും കൂടി കണ്ടിട്ട് തിരിച്ചു വരാം. പഞ്ചായത്തിന്റെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുമായി ആരോഗ്യകരമായ ഒരു ബന്ധം പുലർത്താൻ ചാത്തമംഗലം CDS പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. വിധികർത്താക്കളോടൊപ്പം ഇവർ നടത്തിയ ചർച്ചയുടെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ഇന്ന് 22ാം വാർഡിൽ ഞങ്ങൾ വയോജനങ്ങളുടെ, സ്ത്രീകളും പുരുഷന്മാരുമായ വയോജനങ്ങളുടെ ഒരു കൂട്ടത്തെ നേരിൽ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അതുപോലെ ഇവിടുത്തെ കൃഷി ചെയ്യുന്ന കൂട്ടങ്ങൾ, വളരെ ആത്മവിശ്വാസത്തോടുകൂടി കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ ഞങ്ങൾ കണ്ടു. ഇനി ഈ പ്രവർത്തനങ്ങളെ ഇവിടുത്തെ പൗര സമൂഹം എങ്ങനെയാണ് കാണുന്നത്? കാർഷിക മേഖലയിലെ സംരംഭങ്ങൾ കുറെ കൂടി വൈവിധ്യവൽക്കരിക്കുന്നതിന്, അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ധാരാളം അവസരങ്ങളുണ്ട്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വിസ്തൃതി കൂടുതലുണ്ട്. ആ വിസ്തൃതിയെ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖല പുഷ്ടിപ്പെടുത്തുക എന്ന ലക്ഷ്യം ഞങ്ങൾ നടപ്പാക്കി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനം NIT, ആ NIT ഉപയോഗപ്പെടുത്തി വരും കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്തെ യുവതീ-യുവാക്കൾക്ക് തൊഴിൽ സംരംഭം കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത്. ഭരണസമിതി അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും തമ്മിലുള്ള വലിയ ഒരു ഒരു ഭൈമീകാമുക ബന്ധം വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ എന്ത് പ്രോഗ്രാമിന് ക്ഷണിച്ചാലും നമ്മളുടെ കോളേജ് വിട്ട് തന്നെ ഇവിടെ എത്താനുള്ള ഒരു അഭിനിവേശം പലപ്പോഴും തോന്നാറുണ്ട്. CDSന്റെ സ്കൂൾ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഈ ദിനാഘോഷങ്ങളും, കഴിഞ്ഞ വർഷം ചാന്ദ്രദിനാഘോഷം വളരെ ഗംഭീരമായിട്ട് ഇവിടുത്തെ കുടുംബശ്രീ ബാലസഭാ അംഗങ്ങൾ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്.
എല്ലാ വിദ്യാലയങ്ങളിലും ഈ സംഘം സന്ദർശിച്ചൊരു ശാസ്ത്ര നാടകം അവതരിപ്പിച്ച്, അതേപോലെ നമ്മുടെ ഈ സിറ്റി, ഇവിടുത്തെ കട്ടാങ്ങൽ സിറ്റി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ക്ലീൻ സിറ്റി ക്യാമ്പയിൻ ഈ കുടുംബശ്രീ CDS നേതൃത്വത്തിലൂടെ വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഏത് പദ്ധതി പറഞ്ഞാലും നമ്മുടെ ചാത്തമംഗലം പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് വിജയിപ്പിക്കുക. അല്ലാതെ നമ്മൾ ഏറ്റെടുത്തിട്ട് പിന്നെ പുറകെ നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവർ തന്നെ അത് വിജയിപ്പിച്ചോളൂ. ഒരുപാട് പരിശീലനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. 407 കുടുംബശ്രീ യൂണിറ്റുകളാണുള്ളത്. 239 കുടുംബശ്രീകൾക്ക് ഞങ്ങൾ 1 ലക്ഷം രൂപ വെച്ച് ലിങ്കേജ് ലോൺ വിതരണം ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കും. എല്ലാ വീട്ടിലും ജൈവ വാഴകൃഷി എന്ന് പറഞ്ഞൊരു പദ്ധതി ഞങ്ങൾ പഞ്ചായത്തിൻ്റെ സ്കീമായിട്ട് ചെയ്തു. അതിൻ്റെ സർവേ, അതുപോലെ തന്നെ കൃഷിക്കാരെ അപ്രോച്ച് ചെയ്യുന്നതിൽ ഒരു പ്രധാന വേണമെങ്കിൽ ഒരു ബ്രിഡ്ജായിട്ട് കുടുംബശ്രീയാണെന്ന് പ്രവർത്തിച്ചത്. കുടുംബശ്രീ വന്ന കാലത്ത് ഞാൻ ഈ കുടുംബശ്രീയുടെ എല്ലാ യോഗങ്ങളും പങ്കെടുക്കാറുണ്ട്. അത് പുരുഷന്മാരല്ലെങ്കിൽ പോലും അതിലെ തുടക്കത്തിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ പ്രവർത്തനവും ചെയ്തയാളാണ്. മദ്യം അതേപോലെ തന്നെ മയക്കുമരുന്ന് ഇതിനെതിരായിട്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒട്ടേറെ പ്രവർത്തനം ഞങ്ങളൊക്കെ നടത്തിയെങ്കിലും കുടുംബശ്രീ നടത്തിയ ആ ഒരു 1-2 പ്രവർത്തനം കൊണ്ട് ഉണ്ടായ നേട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ അസൂയുണ്ട്. ചെയർപേഴ്സൺ, ഇപ്പം നമുക്ക് ഇനി കരാട്ടെ അധ്യാപകൻ്റെ അടുത്ത് കൂടി ഒരു അഭിപ്രായം ചോദിക്കാം അല്ലേ? കുട്ടികളുടെ ഒരു കാര്യമല്ലേ? പല മോട്ടിവേഷൻ ക്ലാസ്സുകളും കരാത്തെ പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ത്രൂവിൽ ഞങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ കുടുംബശ്രീയായിട്ട് ചർച്ച ചെയ്യും. അവരും അതിന് പങ്കെടുക്കാറുണ്ട്. ഈ കുട്ടികൾക്ക് പരിശീലനത്തിനിടയ്ക്കുള്ള റിഫ്രഷ്മെന്റ് കുടുംബശ്രീയിലെ സ്ത്രീകളാണ്. എത്ര കുട്ടികളുണ്ട്? 45 പെൺകുട്ടികളും 75ഓളം 90ഓളം ആൺകുട്ടികളും 135 ടോട്ടൽ. ചെയർപേഴ്സൺ, നമുക്ക് നിരീക്ഷകരായിട്ട് വന്നിരിക്കുന്ന സഹ കുടുംബശ്രീ പ്രവർത്തകർ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവരോട് ചോദിക്കാം. നിങ്ങൾ 406 ഗ്രൂപ്പുകൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. ഈ 406 ഗ്രൂപ്പിൽ 402 ഗ്രൂപ്പും സൊസൈറ്റിയിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ കുടുംബശ്രീക്ക് 7% പലിശയ്ക്ക് ലോൺ കൊടുക്കുന്നു. ആ 7% ബാലൻസ് തുക സൊസൈറ്റി തരുന്നുണ്ടോ? നിങ്ങൾക്ക് കുടുംബശ്രീകൾക്ക് തരുന്നുണ്ടോ? നിങ്ങളെ ജില്ലാ മിഷൻ ഏത് ബാങ്കിൽ നിന്നാണോ ഈ നമ്മുടെ ഈ അയൽക്കൂട്ടങ്ങൾ ലിങ്കേജ് വായ്പ എടുത്താൽ എത്ര ശതമാനം ലോണ്, എത്ര ശതമാനം ബാങ്കിൽ പലിശ വാങ്ങിയാലും 7% കഴിച്ചു വരുന്നത് അവർക്ക് സബ്സിഡിയായി നൽകും. ചാത്തമംഗലം പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അഭിമാനാർഹമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ഈ നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വളരെ സഹതാർത്ഥവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആലപ്പുഴ ജില്ലയുടെ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. സംസ്ഥാന മിഷനെ സംബന്ധിച്ചിട്ട് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വളരെ മികവ് പുലർത്തുന്ന പഞ്ചായത്ത് തന്നെയായിട്ടാണ് കാണുന്നത്. ഇവിടെ പ്രത്യേകതയായിട്ട് തോന്നിയത് ഒരു പ്രദേശത്തിന് അനുയോജ്യമായിട്ട് എന്തെല്ലാം പദ്ധതികൾ, ഏതെല്ലാം മേഖലകളിൽ ഇടപെടലുകൾ നടത്താവോ, അതിന് സ്വയം തൊഴിലെന്നുള്ളതല്ല, ആരോഗ്യ മേഖലയിലായാലും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാ മേഖലയിലും നല്ലൊരു ഇടപെടലുകൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ രക്തദാന സേനയുണ്ട്, അതുപോലെ രംഗശ്രീയുണ്ട്, കുട്ടികൾ കരാട്ടെ പരിശീലനമുണ്ട്. എല്ലാ മേഖലകളിലും നല്ല ഇടപെടൽ നടത്തുകയും അതോടൊപ്പം തന്നെ ഏത് പദ്ധതി വരുമ്പോഴും ആ പദ്ധതിയോട് നിങ്ങൾ കാണിക്കുന്ന ഒരു നടപ്പിലാക്കാനുള്ള ഒരു ആസൂത്രണം, താഴെത്തട്ടുള്ള ചർച്ച, നിങ്ങളുടെ ഒരു ഇച്ഛാശക്തി,
ഇതെല്ലാം തന്നെയാണ് നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ മുൻപിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ചാത്തമംഗലം CDSന്റെ മാർക്ക് അറിയണം. ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് 50 മാർക്കാണ് ആകെ ലഭിക്കുക. അതിൽ എത്ര മാർക്കാണ് ഓരോ ജഡ്ജും നിങ്ങൾക്ക് തരിക എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ആദ്യം കണ്ണൻ മാഷിനോട് ചോദിക്കാം. അപ്പോൾ ചെയർപേഴ്സൺ, 2 ചെയർപേഴ്സൺ, ഇതിപ്പോൾ ഇന്നത്തെ ഇതിന് 50 മാർക്കാണ്. 50 മാർക്ക് 15, 15, 15. എക്സ്പെർട്ടായിട്ട് വന്നിട്ടുള്ള ഡോക്ടർ തമ്പാൻ 5 മാർക്കിൽ മാർക്കിടും. ബാക്കി 50 മാർക്കിൻ്റെ കാര്യം നമ്മൾ അടുത്ത് തന്നെ പറയാം കേട്ടോ. ഈ 50 മാർക്കിൻ്റെ മാർക്ക് പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ചാത്തമംഗലത്തിൻ്റെ കുടുംബശ്രീയെ പറ്റി പറയണം എന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പല മേഖലകളിലും നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ JLG, ഇപ്പോൾ അതെല്ലാം കുടുംബശ്രീ മിഷൻ പറയുന്ന തരത്തിലുള്ള JLG, ME, മൃഗസംരക്ഷണം, അത് മാത്രമല്ല നിങ്ങളുടേതായിട്ടുള്ള ചില പരിപാടികൾ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായി തോന്നിയത്, നൂതനമായിട്ട് തോന്നിയത്, ഇൻറ്റേർണൽ ജോബ് റിക്രൂട്ട്മെൻറ്റ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കാണാനായിട്ടൊരു ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ അവർക്കും മറ്റുള്ളവർക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളായിട്ടുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. പോളിടെക്നിക്കായിട്ട് ഇപ്പോൾ 3ാമത്തെ ബാച്ചാണ് എന്ന് പറഞ്ഞു. അതുപോലെ NIT ആയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇല്ലേ, നീലിറ്റ് വേറെയാണ് അല്ലേ, നീലിറ്റ് ഇലക്ട്രോണിക് ലേണിങ്ങിൻ്റെ അല്ലേ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനെറ്റ് സംവിധാനം എങ്ങനെ ഉപയോഗിക്കാമെന്നും അതിലൂടെ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ, പഞ്ചായത്തിലത്തെ കാര്യങ്ങൾ നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള പരിശീലനം, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വെറ്റിനറി ഡോക്ടർ ഇവിടെ പറഞ്ഞു, ആടുഗ്രാമത്തിൻ്റെയും പശുവിൻ്റെയും, അത് കുറേ കൂടി ആടുഗ്രാമം പ്രത്യേകിച്ചും വിപുലീകരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സണും പറയുന്നത്. കാരണം കൂടുതൽ ജനപ്രിയമായിട്ടുള്ള അല്ലേ, കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാര്യം. കലയുടെ കാര്യത്തിൽ നാടകം മാത്രമല്ല, മറ്റ് പരിപാടികൾ ഇപ്പം നടത്തി അതിനൊരു ടീമായിട്ട് അവർക്ക് ഒരു മത്സരം തന്നെ സംഘടിപ്പിച്ച് അതിന് പറ്റിയ കലാകാരികളെ വാർത്തെടുക്കുക അല്ലെങ്കിൽ കണ്ടെത്തുന്ന ഒരു പരിശ്രമം, പ്രത്യേകിച്ചും കലാ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മദ്യപാനത്തിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയ്ക്കാണ് ഈ കലാപരിപാടികൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നത് 15 മാർക്കിൽ 13. ചാത്തമംഗലം CDSന്റെ ഈ ഒത്തൊരുമയോടുള്ള പ്രവർത്തനമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്. അതുപോലെ ആ പ്രദേശത്തിൻ്റെ സാധ്യതകളെ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായിരിക്കണം ഈ മൈക്രോ എൻ്റർപ്രൈസസിനേക്കാളും അവിടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഒറ്റയ്ക്ക് തൊഴിലെടുത്ത് ജീവിക്കാനാണെന്നുള്ളത് കൊണ്ട് IJR കൂടുതൽ ആയിട്ട് വരുന്നു. എങ്കിലും എനിക്ക് ഒരു അഭിപ്രായമുള്ളത്, മറുവശത്തിനും കൂടി ഈ ഗ്രൂപ്പ് എൻ്റർപ്രൈസസുകൾക്ക് കൂടി കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുള്ള കഴിവും അതിനുള്ള എന്താ പറയുന്നതിനുള്ളൊരു ഭൗതികമായ സാഹചര്യങ്ങളും ചാത്തമംഗലത്തിനുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത്. ബാലസഭ കുട്ടികളുടെ പ്രവർത്തനവും വളരെ നന്നായി നടക്കുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടും നിങ്ങളുടെ ഒത്തൊരുമയ്ക്ക് പ്രത്യേകമായിട്ടും ഞാൻ നൽകുന്നത് 15ൽ 13 മാർക്ക്. ആദ്യം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കാണും. അതിനു വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മദ്യപാനം, നാടകം, അതുപോലെയുള്ള കാര്യങ്ങൾ. അത്തരത്തിൽ ആ ചുറ്റുവട്ടത്ത് ആവശ്യമായിട്ടുള്ള എന്താണോ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. പഞ്ചായത്തിൻ്റെ സൗമ്യവും ശക്തവുമായ ഒരു പിന്തുണ എപ്പോഴും ചാത്തമംഗലം CDSനുണ്ട്. 15ൽ 13. ചാത്തമംഗലം CDSന്റെ പ്രവർത്തനത്തിലൊക്കെ തീർച്ചയായിട്ടും കാണുന്നത് ഈ കുടുംബശ്രീ കൂട്ടായ്മ, കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനം വളരെ വളരെ ശക്തമായി കാണപ്പെടുന്നുണ്ട് എല്ലാ പ്രവർത്തനത്തിലും. തീർച്ചയായിട്ടും ഭാവിയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന പദ്ധതികൾ
ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിവുള്ള നേതൃത്വമുണ്ട്. പഞ്ചായത്തിൻ്റെ പിന്തുണയും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെ പിന്തുണയും നല്ല രീതിയിൽ നേടിയെടുക്കുന്നതിന് CDSന് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ശക്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പം ചാത്തമംഗലം CDSന് 5-ൽ 4.6 മാർക്ക്. 5-ൽ 4.6 മാർക്ക്. ചാത്തമംഗലം CDSന് ഇന്ന് ഈ വേദിയിൽ ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 50-ൽ 43.6. ചാത്തമംഗലം CDSന്റെ ഇന്നത്തെ പ്രകടനത്തിനുള്ള മാർക്ക് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി മാർക്കിന്റെ ആദ്യ ഭാഗം, വിധികർത്താക്കളുടെ CDS സന്ദർശനം, പിന്നെ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ, ഇവയുടെ അടിസ്ഥാനത്തിൽ 50 മാർക്ക് കൂടിയുണ്ട്. അതിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുകയെന്ന് കണ്ണൻ മാഷിനോട് ചോദിച്ചു നോക്കാം. ബാക്കിയുള്ള 50 മാർക്ക് നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 20 എടുത്തിട്ട് കഴിഞ്ഞ റൗണ്ടിൽ കിട്ടിയ മാർക്കിൻ്റെ 20% ഇങ്ങോട്ട് തരും. കാരണം അതും കൂടി നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ റൗണ്ടിലെ കിട്ടിയ മാർക്കിൻ്റെ 20% എന്ന് പറയുന്നത് 15.4 നിങ്ങൾക്ക് ആ ഇതിൽ കിട്ടും. പിന്നെ മിനി മാഡവും ഡോക്ടർ തമ്പാനും കൂടെ സന്ദർശിച്ച് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 20 മാർക്കിൽ നിങ്ങൾക്ക് മാർക്ക് തന്നിട്ടുണ്ട്. അതിൽ കിട്ടിയിരിക്കുന്നത് 20-ൽ 18 മാർക്കാണ്. ഇനിയൊരു 10 മാർക്കുണ്ട്. ഈ 10 മാർക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ സമർപ്പിച്ച എല്ലാ രേഖകളും വിശദമായിട്ട് പരിശോധിച്ചു. അതിൽ നിന്നിട്ട് പ്രധാന ഘടകങ്ങളെടുത്ത് അതിന് ഓരോ മാർക്കുകളിട്ട് നോക്കിയിട്ടുണ്ട്. അതിൽ നോക്കിയിട്ടുള്ളത് സാമൂഹ്യ പങ്കാളിത്തം, അതായത് ദുർബല വിഭാഗങ്ങൾ, SC ST മാതിരിയുള്ള ദുർബല വിഭാഗങ്ങൾ എത്രത്തോളം കുടുംബശ്രീയിൽ മെമ്പർമാരായിട്ടുണ്ട്, എത്ര ശതമാനം, CDS ചെയർപേഴ്സൺ ആ വിഭാഗത്തിൽ നിന്നാണോ, നേതൃത്വപരമായിട്ടുള്ള ഇത്. പിന്നെ നോക്കിയിട്ടുള്ളത് JLGയിലും മറ്റ് സംരംഭങ്ങളിലും കൂടെ എല്ലാറ്റിലും കൂടെ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ഈ ആകെയുള്ള മൊത്തം മെമ്പർമാരിൽ. നിങ്ങളുടെ സമ്പാദ്യം പ്രതിശീർഷമായിട്ട് കണക്കാക്കുമ്പോൾ എത്രയുണ്ട് സമ്പാദ്യം, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ്. വിദ്യാഭ്യാസം, 10ാം ക്ലാസ് പാസ്സായ എത്ര പേർ ADSലും CDSലും ആയിട്ടുണ്ട്, ഇതെല്ലാം കൂടി കണക്കിലെടുത്തപ്പോൾ ചാത്തമംഗലത്തിന് നല്ലൊരു മാർക്കാണ്, 10-ൽ 9.1. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 42.5 മാർക്കാണ് ഈ 50 മാർക്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ചാത്തമംഗലം CDS ആദ്യ ഭാഗത്ത് സ്വന്തമാക്കിയിരിക്കുന്നത് 50-ൽ 42.5 മാർക്കാണ്. രണ്ടാം ഭാഗത്ത് 43.6. അങ്ങനെ ഇന്ന് ഈ വേദിയോട് വിട പറയുമ്പോൾ ചാത്തമംഗലം CDS കരസ്ഥമാക്കിയിരിക്കുന്ന ആകെ മാർക്ക് അറിയാം. 100-ൽ 86.1. സുല്ലു ചൊല്ലാതെ ലഹരിയോട് മാത്രമല്ല, ജീവിതത്തിലെ ഒരു വെല്ലുവിളികളോടും ഇനി ഈ വനിതകൾ സുല്ലു ചൊല്ലില്ല. ചാത്തമംഗലം കഥകൾക്ക് തൽക്കാലം വിടാം. മറ്റൊരു CDSുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അഭിരാമമീ ലോകമഴലിൽ പെട്ടുഴലാതെ അഭിരാമം കാക്കുന്ന പരമ്പൊരുളേ. അഭിരാമമീ ലോകമഴലിൽ പെട്ടുഴലാതെ അഭിരാമം കാക്കുന്ന പരമ്പൊരുളേ. അറിവായി വിളങ്ങേണം അകതാരിലെന്നെന്നും അഞ്ജലി കൂപ്പി നമിപ്പൂ ഞങ്ങൾ. അഭിരാമമീ ലോകമഴലിൽ പെട്ടുഴലാതെ അഭിരാമം കാക്കുന്ന പരമ്പൊരുളേ. അജ്ഞാന തമസിനെ ആകെയകറ്റേണം വിജ്ഞാനദീപം മനസ്സിൽ തെളിയേണം. അജ്ഞാന തമസിനെ ആകെയകറ്റേണം വിജ്ഞാനദീപം മനസ്സിൽ തെളിയേണം. സത്യത്തിൻ പാതയിലെന്നും ചലിക്കുവാൻ നിത്യമാം ജ്യോതിസെ കൈത്തൊഴുന്നേ. സത്യത്തിൻ പാതയിലെന്നും ചലിക്കുവാൻ നിത്യമാം ജ്യോതിസെ കൈത്തൊഴുന്നേ. അഭിരാമമീ ലോകമഴലിൽ പെട്ടുഴലാതെ അഭിരാമം കാക്കുന്ന പരം പൊരുളേ.